നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സിറിയയിൽ നിന്ന് തോറ്റോടിയിട്ടും ആകെ നാണം കെട്ടിട്ടും പുടിൻ പിന്മാറാൻ തയ്യാറല്ല. റഷ്യ ഇപ്പോൾ പുതിയ വെല്ലുവിളികളുമായിട്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് അണ്വായുധം റഷ്യ പ്രയോഗിക്കുമോ എന്നുള്ള ഒരു ഭീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കും. അത് യുക്രൈനിലേക്കും അതുമാത്രമല്ല അമേരിക്കയിലേക്കും ഇപ്പോൾ അണ്വായുധം പ്രയോഗിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് റഷ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തീക്കളിക്ക് പുടിൻ തയ്യാറായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിറിയയിൽ നിന്ന് തോറ്റോടിയതോടെ റഷ്യയുടെ ശക്തി ക്ഷയിച്ചു എന്നുള്ളത് ലോകത്തിന് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾ വീണിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇനിയിപ്പോൾ യുക്രൈനെ ഒരു തരത്തിലും ആ ഭൂമിയിൽ അനുവദിക്കാൻ പുടിൻ തയ്യാറാകില്ല. അതിനുവേണ്ടി അണ്വായുധം പ്രയോഗിക്കും എന്നുള്ള ഭീഷണി വരുന്നു. പക്ഷെ അത് അമേരിക്കയിലേക്ക് കൂടി നീളുമ്പോഴാണ് ഒരു ഭീതി. കാരണം തൊട്ടപ്പുറത്ത് അമേരിക്കയാണ്. അവരുടെ, നമ്മൾ തമാശക്കൊക്കെ പറയുന്ന പോലെ, അവരുടെ കൈ മാങ്ങ പറിക്കാൻ പോവില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത? എന്താണ് പുടിൻ എന്ത് തരം നീക്കത്തിനാണ് തയ്യാറെടുക്കുന്നത്? റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുക്രൈനിൽ ജയിച്ചേ പറ്റൂ. കാരണം ഇപ്പൊ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം വളരെയധികം നീണ്ടുപോയി. ഇതുവരെ യുക്രൈൻ എന്നൊരു കുഞ്ഞു രാജ്യത്തിനെ തോൽപ്പിക്കാൻ പോലും റഷ്യക്കായില്ല. ഇതിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പൊ സിറിയയിലേക്ക് സഹായവുമായി ചെന്നു. പക്ഷെ അവിടുന്ന് ഇസ്രയേൽ റഷ്യയെ അടിച്ചോടിച്ചു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഒരു കാരണവശാലും ഇനി യുക്രൈനോട് തോൽക്കുക എന്നുള്ള ഒന്ന് റഷ്യക്ക് ആലോചിക്കാൻ വയ്യാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ആണെങ്കിൽ ഇപ്പൊ യുക്രൈന് സഹായം നൽകുന്നു, ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ലൈസൻസ് കൊടുത്തു. അപ്പൊ ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തോട് കൂടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത് അമേരിക്കയ്ക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റഷ്യക്ക് ദേഷ്യമുള്ളത്. അതുകൊണ്ട് തന്നെ യുക്രൈനെ ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് നേരെ ആണവ ആക്രമണ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം പറയുന്നത്. എന്ന് മാത്രമല്ല, റഷ്യ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് തങ്ങളുടെ പൗരന്മാരോട് അമേരിക്കയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഉള്ളവരോട് രാജ്യം എത്രയും പെട്ടെന്ന് തന്നെ വിട്ടുപോരണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവെ യുദ്ധ വിദഗ്ധരെല്ലാം പറയുന്നത് ഇത് ഒരു കനത്ത യുദ്ധത്തിന് റഷ്യ തയ്യാറെടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് ഇത്തരം ഒരു മാറ്റം എന്ന് പറയുന്നു. ഇതിനൊപ്പം തന്നെ ഇപ്പൊ വേറൊന്ന് പറയുന്നത്, യുക്രൈന്റെ തലസ്ഥാനം കീവ് റഷ്യ തരിപ്പണമാക്കും എന്നത് ഏതാണ്ട് ഉറപ്പായി തീർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അറിയേണ്ടത്, റഷ്യ അമേരിക്കയുടെ സൈനിക താവളങ്ങളാണോ ആക്രമിക്കുക, അതോ അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടണിലേക്ക് പോകുമോ? അപ്പൊ കീവിൽ പോകുന്നത് പോലെ തന്നെ വാഷിംഗ്ടണിലേക്ക് ആയിരിക്കുമോ അണവായുധം പ്രയോഗിക്കുക എന്നതിൽ മാത്രമേ ഒരു തീർച്ച വരാനുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലാണ് ഒറഷ്നിക്. അതുപോലെ തന്നെ അമേരിക്കയെ മൊത്തം നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ കഴിയുന്നതാണ് സാത്താൻ 2. ഈ രണ്ട് ആയുധങ്ങളും തടുക്കാനുള്ള ശേഷി ഇപ്പോൾ ലോകത്തിലെവിടെയില്ല, അമേരിക്കയിലും ഇല്ല. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഒറഷ്നിക് ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള വിവരം. യുക്രൈനിലേക്ക് ഒറഷ്നിക് തൊടുത്തു വിടുന്നു എന്നുള്ളത് അമേരിക്കയെ അറിയിച്ചിരുന്നു. തൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് അറിയിച്ചിരുന്നു എന്നാണ് റഷ്യ പറയുന്നത്. പക്ഷെ അതിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈനിലുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഒറഷ്നിക്കിനെ തടുക്കാനായിട്ടില്ല. അപ്പൊ അതിൽ നിന്നത് വ്യക്തമാണ്. കാരണം ഈ ഒറഷ്നിക് മിസൈലോ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനി ഉപയോഗിക്കുന്ന, തീർച്ചയായിട്ടും അന്ന് റഷ്യ പറഞ്ഞിരുന്നു ഒറഷ്നിക് മാത്രമായിട്ടാണ് ഉപയോഗിച്ചത്. അതിന് പല സാധ്യതകളുണ്ട്. ഇതിന്റെ അറ്റത്ത് ഒരു ആണവായുധം വെച്ചിട്ടാണ് ഇത് മിസൈൽ വിടുന്നത് എന്നുണ്ടെങ്കിൽ അത് മൊത്തം രാജ്യം ചാമ്പലാകുമെന്ന് അന്ന് തന്നെ റഷ്യ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി പറയുന്നത്, ഇനിയൊരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയൊരു പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ ഈ ഒറഷ്നിക് മാത്രമായിട്ടായിരിക്കില്ല, ഒറഷ്നിക്കിന്റെ തലപ്പത്ത് ആണവായുധം കൂടി ഉണ്ടാകും എന്നാണ് റഷ്യ പറയുന്നത്. എന്ന് മാത്രമല്ല, പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിൽ പതിക്കുകയാണെങ്കിൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യ വളരെ മുമ്പ് തന്നെ വളരെ കൃത്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അമേരിക്ക യുക്രൈന് അനുമതി കൊടുത്ത സാഹചര്യത്തിൽ റഷ്യ ഇനി എന്തായാലും ഒതുങ്ങിയിരിക്കില്ല. ഇതിനൊപ്പമാണ് ഇപ്പൊ യുക്രൈന്റെ ആക്രമണവും ഉണ്ടായത്. ഇപ്പൊ ഇന്നലെയെല്ലാം വളരെ കടുത്ത ആക്രമണം റഷ്യയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഇത് സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് ജോ ബൈഡൻ എടുത്ത ഒരു തീരുമാനമാണിത്. കാരണം ജോ ബൈഡൻ ഇത് എടുക്കാൻ കാരണം ട്രംപിനെ ഒന്ന് ഇരുത്താൻ വേണ്ടിയാണ്. കാരണം ട്രംപ് സെലൻസ്കിയെ വിളിച്ച് പറഞ്ഞിരുന്നു
ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണമെന്ന്. ട്രംപ് പറയുകയും ചെയ്തിരുന്നു 24 മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന്. ഇത് ശരിക്കും ബൈഡനെ ഒന്ന് ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് കൂടിയാണ് ബൈഡൻ ഇത്തരം ഒരു നീക്കം, പെട്ടെന്ന് തന്നെ ഒരു നീക്കം കൊടുത്തത്. എന്ന് മാത്രമല്ല, ഇതിൽ അമേരിക്കയുടെ തന്നെ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി വേണമായിരുന്നു ഇതിന്. കാരണം ഇതൊരു യുദ്ധ നീക്കം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു യുദ്ധ നീക്കം നടത്തുമ്പോൾ ബൈഡന് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ സത്യത്തിൽ അതിന് അവകാശമില്ല. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണ്, റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെ എല്ലാം സമ്മതം ആവശ്യമാണ്. പക്ഷെ ഇതൊന്നും തന്നെ ചെയ്യാതെയാണ് ബൈഡൻ ഇത്തരം ഒരു തീരുമാനം എടുത്തത്. അതിന് അമേരിക്കയിൽ നിന്ന് തന്നെ, കാരണം അമേരിക്കയിലെ ആൾക്കാർ പൊതുവെ പേടിത്തൊണ്ടന്മാരാണെന്ന് പറയും. കാരണം അവർക്ക് അവരുടെ ജീവന് ഭയങ്കര വിലയില്ല. അവർ വളരെ സന്തോഷമായിട്ടും സുഖമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാനാണ് അമേരിക്കൻ പൗരന്മാർ പൊതുവെ അവര് താല്പര്യപ്പെടുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനൊരു ഇത് വന്നത് ഒരു പ്രശ്നം. രണ്ടാമത് 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായപ്പോൾ അമേരിക്കൻ സഖ്യകക്ഷികളും റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ $300 ബില്യൺ ആസ്തി മരവിപ്പിച്ചിരുന്നു റഷ്യക്ക് കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, ജൂണിൽ G7 അംഗങ്ങൾ യുക്രൈന് $50 ബില്യൺ വായ്പ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ യുക്രൈന് നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുന്ന ഈ തുക കൊടുത്തത് റഷ്യക്ക് കൊടുക്കുന്ന തുക മരവിപ്പിച്ചില്ലേ, അതിൽ നിന്നാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇത് റഷ്യക്ക് കുറച്ചൊന്നുമല്ല നാണക്കേടും ദേഷ്യവും ഉണ്ടാക്കിയിട്ടുള്ളത്. റഷ്യയുടെ ഫണ്ട് മരവിപ്പിച്ചിട്ടാണ് യുക്രൈന് സഹായം ചെയ്തു കൊടുത്തത്. എന്ന് മാത്രമല്ല, ഇത് കൊടുത്തത് ആയുധങ്ങൾ വാങ്ങാനും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പുനർനിർമ്മിക്കാനുമാണ്. അപ്പൊ യുക്രൈനെ സഹായിക്കാൻ എന്തെല്ലാം തുക അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങളൊക്കെ കൊടുക്കുന്നതെല്ലാം തന്നെ റഷ്യക്ക് കിട്ടേണ്ടിയിരുന്ന ഫണ്ടാണ്. ഇത് വളരെയധികം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരം അതുപോലെ തന്നെ അമേരിക്കൻ ഫെഡറൽ ഫിനാൻസിംഗ് ബാങ്കുമായിട്ട് $20 ബില്യൺ 40 വർഷത്തെ വായ്പാ കരാറാണ് യുക്രൈന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ യുക്രൈന് ഇനിയൊരു 40 വർഷത്തേക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫണ്ടിങ് മുന്നിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അമേരിക്കയുടെ ഈ നീക്കം റഷ്യക്ക് ശരിക്കും ഉണ്ടാക്കിയ പക എന്ന് പറയുന്നത് എരുതിയിലെ എണ്ണ ഒഴിക്കുന്നതിന് സമാനമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് ഇനി എന്തായാലും റഷ്യൻ മണ്ണിലേക്ക് ഒരു മിസൈൽ പ്രയോഗിക്കുകയാണെങ്കിൽ, അമേരിക്കയുടെ മിസൈലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും നാറ്റോ രാജ്യത്തിന്റെ മിസൈലാണെങ്കിലും യുക്രൈൻ്റെ തന്നെ മിസൈലാണെങ്കിലും, റഷ്യൻ മണ്ണിലേക്ക് എന്തെങ്കിലും ഒരു മിസൈൽ വന്നു അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും യുക്രൈൻ്റെ തലസ്ഥാനം ഇനി അവിടെ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ബൈഡൻ പറഞ്ഞിട്ടുള്ളത്. റഷ്യ റഷ്യ പറഞ്ഞിട്ടുള്ളത്. ഇത് പക്ഷേ ഈ ബാലിശമായിട്ടുള്ള ചില വെല്ലുവിളികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒരു യുദ്ധം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോഴത്തെ റഷ്യയുടെ ഒരു അവസ്ഥ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ റഷ്യ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്. അതൊരു വലിയ നാണക്കേടിൻ്റെ പക്കൽ നിൽക്കുന്നത് കൊണ്ട് റഷ്യക്ക് ഇത്തരം വെല്ലുവിളികൾ നടത്തിയേ മതിയാകൂ. കാരണം സിറിയയിൽ നിന്ന് പോലും ഇറങ്ങി ഓടേണ്ട, അത് പ്രത്യേകിച്ചും വമ്പന്മാരോടൊന്നുമല്ല സിറിയയിൽ അടിയേറ്റ് തിരിച്ചോടിയത് റഷ്യ, വിമതരോടാണ്. ഒരു രാജ്യത്തിന്റെ സൈന്യം, അതും ഏറ്റവും വലിയ ലോകത്തിലെ 2ാമത്തെ സൈനിക ആയുധ ശക്തിയായ റഷ്യ സിറിയയിലെ വിമതരോടാണ് തോറ്റോടിയത്. പിന്നീട് അവിടെ നടന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ നിന്നും തോറ്റോടുന്ന റഷ്യക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ പ്രത്യേകിച്ചും ലോകത്തിന് മുൻപിൽ അതിനേക്കാൾ വലിയൊരു നാണക്കേട് വേറെയില്ല. അതിൻ്റെ കൂട്ടത്തിലാണ് 1000 ദിവസത്തിലധികമായി യുക്രൈനോട് പോലും യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് യുക്രൈനെ ഇവർ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊരു വെല്ലുവിളി മാത്രമാണ്. അല്ലാതെ അമേരിക്കയോട് ഈ ഘട്ടത്തിലൊന്നും യുക്രൈനോട് പോലും ജയിക്കാൻ കഴിയാത്ത റഷ്യ എങ്ങനെയാണ് അമേരിക്കയിലേക്ക് അണ്വായുധം പക്ഷെ ഞാൻ പറയട്ടെ, ഈ ഒരു അണ്വായുധം പ്രയോഗിക്കുന്നത് അത്ര നല്ലൊരു അവസ്ഥയല്ലല്ലോ റഷ്യയെ സംബന്ധിച്ചിടത്തോളം. തൊട്ടപ്പുറത്ത് അവരുടെ കയ്യിൽ അണ്വായുധം ഇരിക്കുന്നില്ല എന്നല്ലല്ലോ, അണ്വായുധ കലവറയുണ്ട് അമേരിക്കയ്ക്ക്. അതുകൊണ്ടാണ് ഒരു 3ാം ലോക മഹായുദ്ധം വരുമോ എന്നുള്ള ഇതൊരു ഭീഷണി മാത്രമായിട്ടാണ് പ്രത്യേകിച്ചും വിലയിരുത്തപ്പെടുന്നത്. ഒരു നാണക്കേട് ഉള്ളത് കൊണ്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കണം എന്നുള്ളത് കൊണ്ട് പുടിൻ അത്തരത്തിലൊരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ഈ സാത്താൻ ടൂവിനെയും ഒറഷ്നിക്കിനെയും വെല്ലാൻ കഴിയുന്ന ആയുധങ്ങൾ അമേരിക്കയുടെ പക്കലില്ല എന്ന്
എങ്ങനെയാണ് റഷ്യക്ക് പറയാൻ കഴിയുന്നത്? കാരണം ഒറഷ്നിക്ക് വിട്ടു കഴിഞ്ഞപ്പോൾ അന്ന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം യുക്രൈന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. കാരണം യുക്രൈൻ മണ്ണിലേക്കാണ് സംവിധാനങ്ങളുണ്ട് അവിടെ. ഞാൻ പറയട്ടെ, ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ സംവിധാനങ്ങളല്ലല്ലോ യുക്രൈന് കൊടുത്തിട്ടുള്ളത്. അതായത് സ്വന്തം രാജ്യത്തിലേക്ക്, അതായത് അമേരിക്കയിലേക്ക് റഷ്യയുടെ ഒരു മിസൈൽ വരികയാണെങ്കിൽ അതിനെ തടുത്തു നിർത്താൻ ശേഷിയുള്ള എല്ലാ സംവിധാനങ്ങളും അമേരിക്കയ്ക്കുണ്ട്. ഇതിപ്പോൾ യുക്രൈന് നേരെ വന്ന മിസൈലുകൾ തടുക്കാൻ, പക്ഷേ പിന്നീട് നമ്മൾ അതിന്റെ വിവരങ്ങൾ കണ്ടതല്ലേ, ഇവർ ഒറഷ്നിക്ക് തൊടുക്കുന്നു എന്ന് പറയുന്നു. ഒറഷ്നിക്കിനെ വെല്ലാൻ ഒരു സംവിധാനങ്ങൾക്കും കഴിയില്ല എന്ന് പറഞ്ഞ ഈ ഒറഷ്നിക്കിനെ തന്നെയാണ് യുക്രൈൻ തകർത്തെറിഞ്ഞത്. അതിന്റെ ചിഹ്ന ഭിന്നമായി കിടക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വെല്ലുവിളിയുടെ ഭാഗമാണ്. വെല്ലുവിളി കൊണ്ടെങ്കിലും യുക്രൈൻ അടങ്ങുന്നെങ്കിൽ എന്ന് അടങ്ങിക്കോട്ടെ എന്നുള്ളതാണ്. പക്ഷെ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനിപ്പോൾ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. കാരണം എന്തായാലും 1000 ദിവസത്തോളം റഷ്യയോട് പിടിച്ചു നിൽക്കാൻ കരുത്തുണ്ട് എന്ന് വ്യക്തമായതോടുകൂടി, മാത്രമല്ല ഇപ്പോൾ വലിയ സാമ്പത്തിക സഹായങ്ങൾ യുക്രൈന് ലഭിക്കുന്നു. അപ്പോൾ ഉറപ്പായും ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം യുക്രൈനുണ്ട്. കാരണം നാറ്റോ സഖ്യങ്ങൾ നാറ്റോ രാജ്യങ്ങളുടെ ഭാഗമല്ല എങ്കിൽ, നാറ്റോ സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിൽ കൂടിയും യുക്രൈനെ സഹായിക്കാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാണ്. കാരണം യൂറോപ്യൻ ഭാഗങ്ങളിലേക്ക് കടന്നു കയറാനുള്ള റഷ്യയുടെ എല്ലാ നീക്കത്തെയും നാറ്റോ രാജ്യങ്ങൾക്ക് തകർത്തെറിഞ്ഞേ മതിയാകൂ. അപ്പോൾ അതുകൊണ്ട് അവർ ഒരുമിച്ച് നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നത്തെ പ്രതിസന്ധിയാണ് പുടിനെ സംബന്ധിച്ചിടത്തോളം. പുടിൻ രാജ്യത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. സൈനികർ തള്ളി പറയുന്നു, അവിടുത്തെ ജനങ്ങൾ പുടിനെ തള്ളി പറയുന്നു. നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് ഇസ്രയേലുമായി ഒന്ന് കണക്ട് ചെയ്ത് സംസാരിക്കാം. അതായത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ജൂതവികാരം, അവർ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. തുടക്കത്തിൽ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്തതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു. ഹിസ്ബുള്ളകളെ അടിച്ചൊതുക്കുമെന്ന് പറഞ്ഞു, ഹമാസിനെ തകർത്തെറിയുമെന്ന് പറഞ്ഞു, ഗാസ ഞങ്ങൾ പിടിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് സിറിയൻ മണ്ണിലേക്ക് കടന്നു കയറി അവിടെ നിന്ന് ഇറാനെയും റഷ്യയെയും ഓടിക്കാൻ വരെ ഇസ്രയേലിന് കഴിഞ്ഞു. അപ്പോൾ അതൊരു വലിയ നേട്ടമാണ്. അത് അങ്ങനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പിന്നീട് നമ്മൾ കണ്ട ഒരു കാഴ്ച ഇസ്രയേലിന് ജയ് വിളിക്കുന്ന ഒരു ജനതയെയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അതുവരെ വിമർശിച്ചവർ പോലും ബെഞ്ചമിൻ നെതന്യാഹു ഈ രാജ്യത്തിന്റെ തലവനായി ഇരുന്നെങ്കിൽ മാത്രമേ ഇസ്രയേലിന് രക്ഷയുള്ളൂ എന്ന് അവർക്ക് പോലും ബോധ്യപ്പെടുന്ന ഒരവസ്ഥ. മറിച്ച് പക്ഷേ അപ്പുറത്തെ അവസ്ഥ എന്താണ്? റഷ്യയിലെ അവസ്ഥ എന്താണ്? റഷ്യ ആദ്യം യുക്രൈന് നേരെ പ്രയോഗിക്കുന്നത് കൂലിപ്പട്ടാളത്തെ ഇറക്കി അതിമാരകമായ രീതിയിൽ യുക്രൈനിലേക്ക് ആക്രമണം നടത്തുന്നു. വാഗ്നർ ഗ്രൂപ്പിന് പോലും പിന്നീട് യുക്രൈനിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും പൈശാചികമായ ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതായത് മനുഷ്യത്വം എന്താണെന്ന് പോലും അറിയാത്ത ഒരു കൂട്ടരാണ് ഈ വാഗ്നർ ഗ്രൂപ്പിലുള്ളത്. വാഗ്നർ ഗ്രൂപ്പിനെ യുക്രൈൻ തകർത്തെറിയുന്നു. യുക്രൈനിൽ നിന്ന് ഒടുവിൽ അവർ ഓടേണ്ടി വരുന്നു. പിന്നീട് പുടിൻ ചെയ്യുന്നത് എന്താണ്? പുടിൻ എല്ലായിടത്തു നിന്നും ആളെ ഇറക്കുകയാണ് റഷ്യയിലേക്ക്. നമ്മൾ കണ്ടു, ഉത്തര കൊറിയയിൽ നിന്ന് സൈനികരെ ഇറക്കി ആക്രമണം നടത്തുന്നു യുക്രൈന് നേരെ. ഉത്തര കൊറിയയിൽ നിന്ന് വന്നിട്ടുള്ള സൈനികരെ ഉൾപ്പെടെ യുക്രൈൻ കൊന്നെറിയുന്നു. അത്തരത്തിലൊരു നീക്കം. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടതാണ്. അതായത് ജോലി ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് റഷ്യയിലേക്ക് പോകുന്നവരെ അവിടെ കൂലിപ്പട്ടാളമായി ഉപയോഗിക്കുകയാണ്. നമ്മൾ തൃശ്ശൂരിലെ 2 ചെറുപ്പക്കാരുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കൊടുത്തതാണ്. അതായത് ജോലിക്കെത്തിയതാണ്, അവരെ ഇലക്ട്രീഷ്യന്മാരെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയിൽ ജോലിക്കെത്തിയതാണ്. അപ്പോൾ ഈ ഏജന്റുമാർ കൊണ്ടുപോയി അവരെ യുദ്ധമുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. യുദ്ധം ചെയ്യാൻ ഒരു രീതിയിലും കഴിവില്ലാത്ത കുറെ മനുഷ്യരെ എവിടെ നിന്നൊക്കെയോ റഷ്യയിൽ എത്തിച്ച് അവരെ ഈ യുദ്ധമുഖത്തേക്ക് വലിച്ചിടുകയാണ് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചതികൾ മാത്രമാണ് പുടിൻ പുറത്തെടുക്കുന്നത്. പുടിന്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ്, യുക്രൈനെ എങ്ങനെയും വീഴ്ത്തണം. കാരണം ഇപ്പോൾ തന്നെ നിർബന്ധിത സൈനിക സേവനം അടിച്ചേൽപ്പിക്കുകയാണ് കോളേജ് കുട്ടികളെ. സ്കൂൾ വിദ്യാഭ്യാസം അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലും യുദ്ധമുഖത്തേക്ക് എത്തിക്കുന്ന ഒരു നീക്കം. ഇതിനെതിരെയൊക്കെ വലിയ രീതിയിൽ റഷ്യയിലെ ജനങ്ങൾ പുടിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഈ ഒരു യുദ്ധം എന്തായാലും അതിന്റെ പരിണിത ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് പുടിനാണ്. പുടിൻ ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം ജനങ്ങൾ പുടിന്റെ ഏകാധിപത്യത്തെ വെറുക്കുന്നുണ്ട്.
ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ആ രാജ്യത്ത് തന്നെ ഉയരുന്നു. എന്നാൽ അവരുടെ ശബ്ദം അടിച്ചമർത്താൻ പുടിൻ അതിനുവേണ്ട നീക്കം നടത്തുന്നു. ഒരു സമയം യുക്രൈനോടും അതേ സമയം തന്നെ സ്വന്തം ജനങ്ങളോട് പോലും യുദ്ധം ചെയ്യുകയാണ് പുടിൻ. അപ്പോൾ നമുക്കറിയാം, ഇസ്രയേലിൽ ജനങ്ങൾ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നിന്നുകൊണ്ടാണ് ഈ ഭീകരതയെ ചെറുത്തത്. പക്ഷേ തൊട്ടിപ്പുറത്ത് പുടിൻ ഒറ്റയ്ക്കാണ്. സൈനികർ പോലും പുടിനെ തള്ളിപ്പറയുന്നു, ജനങ്ങളൊപ്പമില്ല. ഇത് മാത്രമല്ല, ഇവിടുത്തെ ഈ യൂണിവേഴ്സിറ്റികളിലുള്ള വിദ്യാർത്ഥികൾ, റഷ്യയിലെ പല യൂണിവേഴ്സിറ്റികളിലെയും വിദ്യാർത്ഥികൾ പുടിനെതിരെ തിരിയുന്നു. നിങ്ങൾ യുക്രൈനിൽ നടത്തുന്നത് തെറ്റായ ആക്രമണമാണ്, നിങ്ങൾ അവിടെ ആ ഒരു ജനതയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള വലിയ ശബ്ദം യുവാക്കളിൽ നിന്ന് ഉയരുന്നു. അപ്പോൾ പുടിൻ ഭയക്കേണ്ട ഏറ്റവും വലിയ വസ്തുത ഒരു രാജ്യത്തിൻ്റെ യുവതലമുറ മുഴുവൻ പുടിനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുടിൻ എല്ലാ രീതിയിലും പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥ പുടിനുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം വാസ്തവമാണെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പുടിന്റെ ഒരാളുടെ വാക്ക് മാത്രം മതി, അനുമതി മാത്രം മതി ഒരു ആണവായുധം പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം അമേരിക്കയെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ളത് ഒരു റഷ്യൻ സൈനികർക്കും ഒരു ചിന്തയുണ്ട് ഇപ്പോൾ എന്നുള്ള അറിവുകളും വരുന്നുണ്ട്. അപ്പൊ യുക്രൈനെ മുൻനിർത്തി അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെ ആവരുത്, ഈ ആണവായുധം ഉപയോഗിച്ചാവരുത് എന്ന് പ്രതീക്ഷിക്കാനേ നമുക്കിപ്പോൾ ലോകരാജ്യങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കാരണം എന്താണ് പുടിൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റ് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നത്, ഇപ്പോൾ അഥവാ യുദ്ധത്തില് എന്തെങ്കിലും കാരണവശാൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്ന് മുൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അത് പുടിന്റെ ഫ്രണ്ട് കൂടിയാണ്, അപ്പോൾ ഇപ്പോഴും പ്രതിരോധ മന്ത്രിയുമാണ്. അപ്പോൾ അവരും പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്, ഞങ്ങൾ ഇങ്ങനെ, കാരണം പുടിനോ അല്ലെങ്കിൽ ഈ അധികാരത്തിൽ ഇരിക്കുന്നവര് എങ്ങനെയും അധികാരം കൈയാളുമ്പോൾ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, സ്വന്തം ഭാഗം വിജയിക്കണം എന്നുള്ള ഒരു വല്ലാത്ത തോന്നലിലാണ് ഇപ്പോൾ റഷ്യയിൽ പുടിനും അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയും ഇവരെല്ലാവരും നിൽക്കുന്നത്. ഇതിന്റെ ഒപ്പമാണ് ഇപ്പൊ തെക്കൻ റഷ്യൻ നഗരമായ ടാഗൻഡോഗിന് സമീപം ഇപ്പോൾ ഇന്നലെ ആക്രമണം ഉണ്ടായത്. റഷ്യൻ സൈനിക എയർഫീൽഡിന് നേരെയാണ് ഇന്നലെ യുക്രൈൻ സൈന്യം ആക്രമിച്ചത്. 6 അമേരിക്കൻ നിർമ്മിത ATACMS മിസൈലുകളാണ് വീണത്. ഈ 6 എണ്ണം വീണതിൽ 4 എണ്ണം ഇവര് പ്രതിരോധിച്ചിട്ടുണ്ട്, വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളത് വീണിട്ടുണ്ട്, അവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് റഷ്യ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് അവർക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ഈ 6 എണ്ണത്തില് വെടിവെച്ച് വീഴ്ത്തിയതിന് ബാക്കിയുള്ളത് ഇലക്ട്രോണിക് വാർഫെയറിലാണ് പതിച്ചത്. ഇലക്ട്രോണിക് വാർഫെയറിൽ പതിച്ചു കഴിഞ്ഞാൽ അത് എയർഫീൽഡിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, മിസൈലുകളുടെ ഭാഗങ്ങൾ വീണിട്ട് റഷ്യൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു കനത്ത തിരിച്ചടി നൽകുമെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മുമ്പ് അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ ഉപയോഗിച്ചതിന് ഒറഷ്നിക് മിസൈല് പരീക്ഷണാർത്ഥമാണ് വിട്ടത്. പക്ഷെ ഇനി അങ്ങനെ ഒന്നാവില്ല, പരീക്ഷണാർത്ഥം വിടുന്നതായിരിക്കില്ല. ഞങ്ങൾ വളരെ ഇതിന്റെ മീതെ തന്നെ അണുവായുധം കൂടി വെച്ച് നാറ്റോ രാജ്യങ്ങളിലെ 42 സൈനിക താവളങ്ങൾക്കും ലക്ഷ്യമിട്ടിട്ട് ഒറഷ്നിക് മിസൈല് വിടും എന്നാണ് റഷ്യ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. റഷ്യ ഇപ്പൊ കുറെ കാലമായിട്ട് ഇപ്പൊ പൊട്ടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കടുങ്കൈ പ്രയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ ആദ്യം ഈ യുക്രൈനിലേക്ക് അണുവായുധം ഉപയോഗിക്കുമെങ്കിൽ അതിനു മുമ്പ് 42 കേന്ദ്രങ്ങളും ഒരേ സമയം തകർക്കും എന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. കാരണം എങ്ങാനും അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ, കാരണം ഇതിനു മുമ്പ് ആണവായുധം പ്രയോഗിച്ചിരുന്ന സമയത്തും ഈ നാഗസാക്കിയിലും ഹിരോഷിമയിലൊന്നും ആണവായുധം വരും എന്നുള്ളതൊരു മുൻകൂട്ടി ഒരു അറിവുണ്ടായിരുന്നില്ല. ഒരിക്കലും അത് പ്രയോഗിക്കില്ല എന്ന് തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അന്ന് ജപ്പാനിൽ അണുബോംബിട്ട അവസ്ഥയല്ല ഇന്ന് ലോകത്തിനുള്ളത്. അതുപോലെ തന്നെ അത് പക്ഷെ അമേരിക്ക ഓർക്കേണ്ടത് തന്നെയാണ്. അന്ന് അമേരിക്കയുടെ കൂടി ഇതിൽ അമേരിക്കയാണ് ഇത് അണുബോംബിട്ടത്. പക്ഷെ അന്നത്തെ സാഹചര്യമില്ല ഇന്ന് ലോകത്തുള്ളത്. മറ്റ് പല പ്രദേശങ്ങളിലേക്കും ഇതാകും എന്ന് മാത്രമല്ല, ഉത്തര കൊറിയയും ഇവരുടെ കൂടെയുണ്ട് ഇപ്പോഴും. അപ്പൊ ഇവർക്കും അമേരിക്കക്കെതിരെ ഏത് നിമിഷവും ഒരു പ്രകോപനത്തിന് സാധ്യതയുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ദക്ഷിണ കൊറിയയും അമേരിക്കയുമായിട്ട് ഇദ്ദേഹം കിങ് ഉടക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ട്രംപ് നേരിട്ട് പോയിട്ടാണ്
ഇതിനെ ആണവായുധങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു സമവായത്തിലെത്തിയത്. ആണവ മിസൈലുകൾ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ട്രംപ് നേരിട്ടിട്ട് രംഗത്തിറങ്ങിയിട്ടാണ് കിം ജോങ് ഉന്നുമായിട്ട് സമവായത്തിലെത്തിയത്. അപ്പോൾ ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഇനി അധികാരം വെക്കുമ്പോൾ പക്ഷേ കിം ജോങ് ഉൻ അതേ അവസ്ഥയിലല്ല. കാരണം ഇപ്പോൾ റഷ്യയുണ്ട് സഹായിക്കാൻ. ഇവർ തമ്മിലൊരു ഉടമ്പടിയുണ്ട്. ഈ ഇരു രാജ്യങ്ങളിലേക്ക് ആര് എന്ത് അപകടമുണ്ടായാലും പരസ്പരം സഹായിച്ചോളാമെന്നാണ്. അപ്പോൾ റഷ്യയുടെ സഹായം കിം ജോങ് ഉന്നിന് ഉറപ്പാണ്. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞാലൊന്നും ഇപ്പോൾ കിം ജോങ് ഉൻ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് നീങ്ങാതിരിക്കില്ല. ഒരു അണുവായുധം ഉപയോഗിക്കണമെന്ന് റഷ്യ പറയുകയാണെങ്കിൽ, പുടിൻ പറയുകയാണെങ്കിൽ കിം ജോങ് ഉൻ അത് ചെയ്തിരിക്കും. അങ്ങനെ ഒരു പേടി പോലും ഇപ്പോൾ ലോകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരാരും മിണ്ടാതിരിക്കില്ല. എല്ലാവരും തന്നെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തിന്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു പ്രൈഡിന് വേണ്ടിയിട്ടും യുദ്ധത്തിലേക്ക് തിരിച്ചടിക്കും. അങ്ങനെ എല്ലാവരും തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തെളിയിക്കില്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. ശരിക്കും ഇപ്പോൾ ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന ഉത്തര കൊറിയ ആണെങ്കിലും ഇപ്പൊ അമേരിക്കയിലേക്കൊക്കെ ഒരു അണ്വായുധം പ്രയോഗിച്ചാൽ പിന്നെ ആ രാജ്യം അവിടെ ഉണ്ടാവില്ല. അത് തന്നെയാണ് പേടി. കാരണം ഇപ്പൊ ഈ കിം ജോങ് ഉന്നിനെ പോലുള്ള ഒരാളോട് പുടിൻ പറയുകയാണ്, ഇപ്പൊ റഷ്യ നേരിട്ടിട്ട് ഒരു പക്ഷെ ഉപയോഗിക്കില്ലായിരിക്കാം, കാരണം മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം. പക്ഷെ കിം ജോങ് ഉന്നോട് റഷ്യയുടെ ഒരു പിൻബലമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ആണവ മിസൈൽ അയക്കുന്നതിന് കിം ജോങ് ഉൻ ഒരുപക്ഷെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കൊന്നും റഷ്യ കടക്കില്ല എന്നുള്ള നമുക്ക് ആശ്വസിക്കാം. കാരണം അങ്ങനെ ഒരു ആക്രമണം നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നുമല്ല റഷ്യ ഉള്ളത്. ഛിന്ന ഭിന്നമായി സാമ്പത്തികമായും തകർന്നടിയുന്ന ഒരു അവസ്ഥയിലേക്ക് റഷ്യ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരുത്തി വെച്ചത് റഷ്യയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പുടിൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ യുക്രൈൻ പിടിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു യുദ്ധമാണ്. അതിപ്പോൾ 1000 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇതിനൊരു അറുതി വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും പരസ്പരം വെല്ലുവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശക്തമായി നടക്കുന്നു. പുടിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ പിടിച്ചെങ്കിൽ മാത്രമേ ലോകത്ത് തല ഉയർത്തി നിൽക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കടുങ്കൈ പ്രയോഗിക്കാൻ പുടിൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത്തരത്തിലേക്കുള്ള എന്തായാലും സമാധാന ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.